blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒരു പുതിയ ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും കൂടാതെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കും നൽകപ്പെട്ട വളരെ പവർഫുള്ളായ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സന്ദേശം ഈ ആഴ്ചയിലെ പല ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കേൾക്കും. ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം തുടർന്നുള്ള ദൈവവചന സന്ദേശത്തിലേക്കും മിറക്കിൾസ് ടുഡേയിലേക്കൊക്കെ നമുക്ക് പോകാം. വലിയ ദൈവമേ, USA നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ, അതുപോലെ തൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ 9th ജൂണിൽ സെലിബ്രേറ്റ് ചെയ്തല്ലോ. മകൾ ഏഞ്ചലയുടെ ബർത്ത്ഡേ 7th ജൂണിൽ സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കർത്താവെ 3 പേരുടെയും ആ ജന്മദിവസത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും ഈ 3 പേരുടെ മേലും വന്ന് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വെൽവിഷർക്ക് H1B വിസ എത്രയും വേഗം ലഭിക്കാനും ജോലി തുടരാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ H1B വിസ ലഭിക്കുവാൻ കർത്താവ് പ്രശ്നങ്ങളില്ലാതെ തനിക്ക് ആ ജോലിയിൽ തുടരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലുള്ള അവരുടെ ഭവനം റിനോവേറ്റ് ചെയ്യുമ്പോൾ കർത്താവെ, ആ പ്രസൻറ്റ് കോൺട്രാക്ടർ ചെയ്യാതിരിക്കുമ്പോൾ നല്ല ഒരു കോൺട്രാക്ടർ ലഭിച്ച് കുറഞ്ഞ ചെലവിൽ അത് ചെയ്ത് പൂർത്തിയാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ഐ പവറിലുള്ള ആ കുഴപ്പങ്ങൾ കർത്താവെ നീ മാറ്റിക്കൊടുത്ത് ദൈവമേ തൻ്റെ അണീസ്നെസ്സും പ്രയാസങ്ങളും മാറ്റി പരിപൂർണ സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർക്കും തൻ്റെ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തോട് ചുറ്റുമുള്ള എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. 3 പേർക്കുമുള്ള ജന്മദിന ആശംസകൾ മാത്രമല്ല, താങ്ക് യു സോ മച്ച് for sponsoring today's episode. Proverbs chapter 12 and verse number 28. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 28-ാമത്തെ വചനം. The Bible says, in the way of righteousness there is life, along that path is immortality. 28-ാമത്തെ വചനം, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, ആ വഴിയിൽ നിത്യതയുണ്ട്. Meaning the way of righteousness is God's way. അതിൻ്റെ അർത്ഥം ഇതാണ്, നീതിയുടെ മാർഗം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ വഴിയാണ്. There are many ways in the world. ഈ ലോകത്തിൽ ഒത്തിരി വഴികളുണ്ട്. One is man's way, ഒന്ന് മനുഷ്യൻ്റെ വഴികൾ, his own likes and dislikes. അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. Then there is the devil's way. മറ്റൊന്ന് സാത്താൻ്റെ വഴികൾ. There is sinful way. പാപത്തിൻ്റെ വഴികളുണ്ട്. There are wicked ways. ദുഷ്ടതയുടെ വഴികളുണ്ട്. There is something called the way of Cain. മറ്റൊരു വഴിയാണ് കയീന്റെ വഴി. There are so many ways. ഒത്തിരി വഴികൾ. But if you choose the way of righteousness in your life, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നീതിയുടെ വഴി നിങ്ങൾ സ്വീകരിച്ചാൽ, that means God's way, if you choose in your life, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ചാൽ, along that path there is immortality. ആ വഴിയോട് കൂടെ നിത്യതയുണ്ട്.
Hallelujah. Hallelujah. That means you will never perish. അതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. One of the keys to success in your life, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള അനേക താക്കോലുകളിൽ ഒന്ന്, many people complain that, brother, wherever I go there is failure. ചില ആളുകൾ എപ്പോഴും പറയുന്നത്, ബ്രദറെ ഞാൻ എവിടെ പോയാലും Wherever I touch there is failure. ഞാൻ എന്തിലെങ്കിലും കൈവച്ചാൽ അവിടെ ഞാൻ പൊട്ടിപ്പോവും, പരാജിതനാവും. Even many people came to me and told me, wherever I join for work, that company is closed down. ചില ആൾക്കാർ ഇങ്ങനെയാണ് വന്ന് പറഞ്ഞത്, ഞാൻ എവിടെയൊക്കെ ജോലിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ പോയി ചേർന്നോ ആ കമ്പനിയെ അടച്ചുപൂട്ടി. Great gift. വലിയൊരു കൃപാവരം. But the key to success is this. എന്നാൽ വിജയത്തിലേക്കുള്ള താക്കോൽ ഇതാണ്. It is knowing the will of God for your life. നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുന്നതാണ്. And live in that will. അത് തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുന്നതാണ്. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Success in your life comes when you throw away your own programs for your life, seemingly excellent, and embracing God's program for your life. നിങ്ങൾക്ക് തന്നെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പദ്ധതികൾ വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ സ്വീകരിക്കുന്നതാണ് വിജയത്തിലേക്കുള്ള പ്രധാന താക്കോൽ. അതെല്ലാവരും കേട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ, പദ്ധതികൾ, ആഗ്രഹങ്ങൾ അത് വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികളെ നിങ്ങൾ ആലിംഗനം ചെയ്യുമ്പോൾ അതാണ് വിജയം എന്നുള്ളത്. The Lord is looking for your simple obedience. കർത്താവ് നിങ്ങളുടെ ആ ചെറിയ അനുസരണത്തെയാണ് നോക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Many people question God. പല ആളുകളും ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. No need of questioning God. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. It is in vain. You are not going to get any answer. അത് വൃഥാവാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. Because the creation cannot question the creator. ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടതിന് സൃഷ്ടാവിനെ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. The clay cannot question the potter. ഒരിക്കലും കളിമണ്ണിന് കുശവനെ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. You have no license നിങ്ങൾക്ക് അതിനുള്ള ലൈസൻസ് ഇല്ല. to do that. അത് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. Hallelujah. Hallelujah. But simple obedience. പക്ഷേ ചുമ്മാ അനുസരിക്കുക. Many a time God does not give us explanation. പല സമയങ്ങളിലും കർത്താവ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള വിശദീകരണം നൽകാറില്ല. God says do this. കർത്താവ് പറയും ചെയ്യുക. If you believe in him, just do that. വിശ്വസിക്കുന്നെങ്കിൽ ഇത് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. But I can tell you something. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. God's program sheet for you is superior to your program sheet for you. കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ നിങ്ങളുടെ സ്വന്തം പദ്ധതികളെക്കാളും വളരെ ഉന്നതമാണ്. Hallelujah. ഹല്ലേലൂയ. So just take God's program sheet in your hands. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങൾ ആലിംഗനം ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. Isaiah 55:8-9. യശയാവ് 55-ാം അധ്യായം 8-9 വചനങ്ങൾ We frequently read it. നമ്മൾ എപ്പോഴും അത് വായിക്കാറുണ്ട്. We are going to read it once again. ഒരിക്കൽ കൂടി നമ്മൾ വചനങ്ങൾ വായിക്കാൻ പോകുന്നു. God says, my thoughts are not your thoughts, neither are your ways my ways, declares the Lord. As the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. എന്തെന്നാൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാളും ഉന്നതമാണ്. Praise the Lord. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാലും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Jeremiah 29:11. യിരെമ്യാവ് 29-11 One വചനം of the favorite verses. വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണത്. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്കറിയാം, നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളാണവ. God is not a cruel God. കർത്താവ് ഒരിക്കലും ക്രൂരനായ ഒരു ദൈവമല്ല. Just like a father has great expectations and hope about his children, God the Father has great plans for your future.
future. ഒരു പിതാവിന് തന്റെ കുഞ്ഞിനെ കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ വിശ്വാസവുമുള്ളതുപോലെ തന്നെ നമ്മളുടെ ഭാവിയെക്കുറിച്ച് കർത്താവിന് വലിയ പ്രതീക്ഷയും വലിയ പദ്ധതികളുമാണുള്ളത്. People make a lot of mistakes. ആളുകൾ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നു. One of the mistakes is this. ആ തെറ്റുകൾ ഒന്ന് ഇതാണ്. Usually even believers, they always look at their problems. അവര് എപ്പോഴും അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. There is a problem here. അയ്യോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. There is a problem here. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. There is a problem here. ഇവിടെ ഒരു There is പ്രശ്നമുണ്ട്. a problem here. ഇവിടെ ഒരു പ്രശ്നം. There is a problem here. ഇവിടെ ഒരു There is പ്രശ്നമുണ്ട്. a problem here. പിന്നെ ഇവിടെ ഒരു There is a പ്രശ്നമുണ്ട്. problem here. ഇവിടെ പ്രശ്നം. There is a problem here. ദേ ഇവിടെ ഒരു പ്രശ്നം. Problem everywhere. പ്രശ്നം പ്രശ്നം പ്രശ്നം. Believers are problem focused. പല ആളുകളും പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുകയാണ്. But God says, കർത്താവ് പറയുന്നു, that is not where you should look into. Look to me. I will make your paths clear and level. നിങ്ങൾ ആ പ്രശ്നത്തിലേക്കല്ല നോക്കി നിൽക്കേണ്ടത്, നോക്കി ജീവിക്കേണ്ടത്. നിങ്ങൾ എങ്കിലേക്ക് നോക്കുക, ഞാൻ നിന്റെ വഴികളെ നേരെയാക്കും. People who looked at him, their faces were radiant, the Bible says. ആരൊക്കെ ആ ദൈവത്തിലേക്ക് നോക്കിയോ അവരുടെ മുഖം പ്രകാശിതമായി. When you live for the Lord, there is a general agenda for everyone, and there is a specific agenda for everyone from the Lord. നമ്മൾ എല്ലാവരും കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന് നമുക്ക് എല്ലാവർക്കും പൊതുവായ ഒരു പദ്ധതിയുമുണ്ട്, നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പദ്ധതിയുമുണ്ട്. For example, ഉദാഹരണം, the Father desires that all should be saved. പിതാവിന്റെ ഇഷ്ടമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. Hello. All should be saved. എല്ലാവരും രക്ഷിക്കപ്പെടണം. Jesus died on the cross not for Christians. യേശു കർത്താവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ക്രൂശിൽ മരിച്ചത്. He died for sinners. അവൻ പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത്. Of any religion, race or ethnic group. ഏത് മതമാണെങ്കിലും വർഗമാണെങ്കിലും അവർക്കെല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. Hallelujah. ഹല്ലേലൂയ. So all should be saved. എല്ലാവരും രക്ഷപ്പെടണം. All should worship the Lord. എല്ലാവരും കർത്താവിനെ All ആരാധിക്കണം. should love the Lord. എല്ലാവരും കർത്താവിനെ All സ്നേഹിക്കണം. should pray. എല്ലാവരും All പ്രാർത്ഥിക്കണം. should give for the Lord's work. എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി These are all കൊടുക്കണം. general things. ഇതെല്ലാം പൊതുവായ കാര്യങ്ങളാണ്. But for each individual, പക്ഷെ നിങ്ങൾ ഓരോ വ്യക്തികൾക്കും there is special program sheet made in heaven. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം ഷീറ്റ് ഉണ്ട്. You and I should find that. നമ്മൾ ഓരോരുത്തരും അത് കണ്ടുപിടിക്കണം. If only you walk in the general will of God, you can know the specific will of God in your life. ദൈവത്തിന് നമ്മൾ എല്ലാവരോടുമുള്ള ഈ പൊതുവായ പദ്ധതി അതിൽ നടക്കുന്നവർക്ക് മാത്രമേ, ആ വഴിയിൽ നടക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള പദ്ധതിയുടെ വഴി കർത്താവ് കാണിച്ചു തരികയുള്ളൂ. Hello. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചോ? Many people are very doubtful. പല ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. Come here, man of God. ദൈവവൃത്തിയാ, പ്രാർത്ഥിക്കണേ, Pray for me. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. Pray to God that I should marry this girl or this girl. ഞാൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ, ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ. Man of God, pray for me that I should go for this job or this job or this job. ദൈവവൃത്തിയാ, അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പറയണം, ഈ ജോലി ഞാൻ എടുക്കണോ, ഈ ജോലി ഞാൻ എടുക്കണോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുക. Man of God, pray for me whether I should eat upma for breakfast or papadam and pazham and put for breakfast. ദൈവൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, ഞാൻ രാവിലെ ഉപ്പുമാവ് തിന്നണോ അല്ലെങ്കിൽ ഉപ്പുമാവിന്റെ കൂടെ പഴം കഴിക്കണോ പപ്പടം കഴിക്കണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേ. This happens because you are not walking in the general will of God. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ പൊതുവായിട്ടുള്ള പദ്ധതിയുടെ വഴിയിൽ നടക്കാത്തതുകൊണ്ടാണ്. That is a time we go after other men of God, other praying people, other prophets seeking the will of God. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റ് ദൈവപുരുഷന്മാരുടെ പുറകിലും ആളുകളുടെ പുറകിലും ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചിങ്ങനെ പുറകെ നടക്കുന്നത്. That means you don't have a direct relationship with your father. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ പിതാവുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ലെന്നാണ്. Hello.
ഹലോ, You have a father at home, നിങ്ങൾക്കൊരു വീട്ടിലൊരു പിതാവുണ്ടെങ്കിൽ but you are afraid to communicate with him. ആ പിതാവിനോട് ചില കാര്യങ്ങൾ പറയാൻ ഭയമാണെങ്കിൽ But so you go to the neighbor നിങ്ങൾ അയൽവാസിയുടെ അടുത്ത് പോയി and you are asking him, go to my father and recommend for me. ആ അയൽവാസിയോട് പറയാണ്, നീ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയിട്ട് ആ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. How about that? അതെങ്ങനെ ഉണ്ടാവും? This is what many children of God are doing. അങ്ങനെയാണ് പല ദൈവമക്കളും ചെയ്യുന്നത്. Never do that. ഒരിക്കലും ചെയ്യരുത്. Speak to your father directly. നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. Don't go in a roundabout way. നിങ്ങൾ വളഞ്ഞു ചുറ്റി കറങ്ങി പോകേണ്ട ആവശ്യമില്ല. Anytime you can call upon his name. ഏത് സമയത്തും നിങ്ങൾക്ക് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. Hallelujah. 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 Your direct hot prayer line is always open. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ആ പ്രയർ ലൈൻ എപ്പോഴും ഓപ്പൺ ആണ്. Anytime. ഏത് സമയവും. 2 o'clock in the morning. രാവിലെ 2 മണിക്കോ. 6 o'clock in the morning. രാവിലെ 6 മണിക്കായാലും. 12 noon. ഉച്ചയ്ക്കാണെങ്കിലും. 4 p.m. വൈകിട്ട് 4 Anytime you can talk to your father directly. ഏത് സമയത്തും നിന്റെ പിതാവിനോട് നിനക്ക് നേരിട്ട് സംഭാഷിക്കാം. He will never be out of range. ഒരിക്കലും അവൻ ഔട്ട് ഓഫ് റേഞ്ച് He ആയിരിക്കില്ല. will never be busy. ഒരിക്കലും അവൻ തിരക്കുള്ളവനല്ല. The person you have called is busy. Call again another time. Your heavenly father is not like that. ഒരിക്കലും നിങ്ങളുടെ പിതാവ് അതുപോലെയല്ല. Anytime you have free access to your father. ഏത് സമയത്തും നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾക്ക് സംഭാഷിക്കാം. Hallelujah. Hallelujah. And it is limitless call. മാത്രമല്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. No extra charge. എക്സ്ട്രാ ചാർജുകളില്ല. Limitless call. Unlimited call. അൺലിമിറ്റഡ് ആയിട്ടുള്ള പരിധികളില്ലാത്ത സംഭാഷണം. Somebody say hallelujah. ഒരു വലിയ ഹല്ലേലൂയ. That is the hotline you have with your father in heaven. അതാണ് നിങ്ങൾക്ക് സ്വർഗീയ പിതാവുമായിട്ടുള്ള ലൈൻ. ഈ കുടുംബം പിറവം നിന്നാണ് കടന്നു വരുന്നത്. ഈ സഹോദരൻ്റെ പേര് സോമൻ എന്നാണ്. തൻ്റെ സമീപം നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്. 6 ആഴ്ചകളായിട്ട് ഈ സഹോദരൻ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ കടന്നു വരുന്നുണ്ട്. പിറവത്ത് നിന്ന് ഇവിടെ വരുന്നുണ്ട്. അതെ അതെ. അതിനൊരു കൈയടി കൊടുക്കാം. ഇവിടെ ചർച്ചിൽ വരുന്ന അനീഷ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ തൻ്റെ അയൽവാസി വിളിച്ചിട്ടാണ് അവർ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇവർ വരാൻ തുടങ്ങിയത്. ഈ സഹോദരന് 10 വർഷമായിട്ട് കടുത്ത ആസ്മ രോഗിയായിരുന്നു താൻ. 10 വർഷമായിട്ട് താൻ പറയുന്നത് 10 വർഷമായിട്ട് താൻ ജോലിക്ക് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം വർഷമായിട്ട് ജോലിക്ക് പോയിട്ടില്ല. കാരണം ഈ സഹോദരൻ 2 പെൺകുട്ടികളാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ തനിക്ക് വേറൊരു മകനില്ല വീട്ടിൽ, തനിക്ക് കൊണ്ടുവന്ന് തരാനല്ല. അപ്പോൾ താൻ തന്നെ അധ്വാനിച്ചാലേ ഉപജീവനം നല്ല രീതിയിൽ കഴിയുകയുള്ളൂ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇവർ അനുഭവിച്ചു. മാത്രമല്ല ആ സഹോദരൻ പറയുന്നത് ഈ ആസ്മയുടെ അസുഖം കൂടിയത് കൊണ്ട് താൻ ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ഏറ്റവും വില കൂടിയ ഒരു ഇൻഹേലർ സ്പ്രേയാണ് താൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പോൾ പൊക്കി കാണിച്ചത്. താൻ പറയുന്നു 745 രൂപയാണ് അതിൻ്റെ വില, ഒരെണ്ണത്തിന്റെ വില. കാരണം അത്രയും കൂടിയത് പവർഫുൾ ആയിട്ടുള്ളത് ഉപയോഗിച്ചാലേ തനിക്ക് പ്രയോജനമുള്ളൂ. 745 രൂപ. യെസ്. ഈ സഹോദരൻ ഇത്രയും വർഷം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ ഇത്രയും പ്രായം കൂടുന്നത് കൊണ്ട് പൊതുവെ നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളിൽ ആസ്മ ഉണ്ടായാലും കൗമാരപ്രായത്തിൽ പൊതുവെ മാറാറുണ്ട്. എന്നാൽ പ്രായം കൂടിയ ശേഷം വരുന്ന ആസ്മ വിട്ടുമാറാറില്ല സാധാരണഗതിയിൽ. എന്നാൽ ഈ സഹോദരൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു വിശ്വാസം, സൗഖ്യമാക്കുന്ന യേശു ഉണ്ടെന്നുള്ള അറിവും അതിലുള്ള വിശ്വാസവും തനിക്ക് കിട്ടി. താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബ്രദർ രാമേൻ്റെ അടുക്കൽ വന്ന് താൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം താൻ പതിവായി കാണുന്ന ഡോക്ടറുടെ അടുക്കൽ, എറണാകുളം മെഡിക്കൽ കോളേജിലാണ്, ഡോക്ടറുടെ അടുക്കൽ ചിലപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു, ആശ്വാസമുണ്ട്, ഇനി താങ്കൾ ഈ സ്പ്രേ ഉപയോഗിക്കേണ്ട, മരുന്നും കഴിക്കേണ്ട, ഒന്നും ഉപയോഗിക്കേണ്ട, അങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. തനിക്ക് ഇൻ കേസ് ഒരു ഗുളിക കയ്യിൽ കരുതിക്കോളൂ, എപ്പോഴെങ്കിലും കൂടുതലായിട്ട് തോന്നുക മാത്രം ഉപയോഗിച്ചാൽ മതി. താൻ പറയുന്നു 1 മാസമായിട്ട് താൻ സ്പ്രേ ഉപയോഗിച്ചിട്ടില്ല, ഗുളിക ഉപയോഗിച്ചിട്ടില്ല. കംപ്ലീറ്റ് ഹീലിംഗ് ഈ പ്രായത്തിൽ കർത്താവ് തനിക്ക് കൊടുത്തിരിക്കുന്നു. ഒരു സാക്ഷ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച താൻ വീഴുവാനിടയായി. കാണയുടെ ഇടയിലേക്ക് താൻ പോയി. തൻ്റെ കാലുകൾ വളരെ ഇടിച്ചുകൊണ്ടത് മൂലം, ഒരഞ്ഞൊക്കെ പോയത് മൂലം താൻ പറയുന്നത് തൻ്റെ ഇടത്തെ കാല് വീർത്ത് വല്ലാതെ
വല്ലാതെ നീര് വെച്ചു. താൻ പറയുന്ന ഒരു ചക്കയുടെയൊക്കെ ഷേപ്പിൽ അതുപോലെ നീര് വെച്ചു. വേദനയായി താൻ വീട്ടിലേക്ക് വന്നു. തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ അറിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, എങ്കിലും കൈകൂപ്പി, യേശുവേ നാളെ എനിക്ക് ഇടപ്പള്ളിയിൽ ബ്ലെസ്സിങ് സെന്ററിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകണം, ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകണം, എൻ്റെ കാലൊന്ന് ശരിയാക്കി തരണം. താൻ ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ താൻ പറയുന്നത്, ബലൂണിൽ മൊട്ടുസൂചി കൊണ്ട് കുത്തി എങ്ങനെ അഴിച്ചു വിടുമോ അതുപോലെ നീര് ഫുൾ വറ്റി, കാല് താഴെ കുത്തി നോക്കി, ഒരു വേദനയുമില്ല. താൻ നടന്നു ബസ് കയറി കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്നു. ചക്കക്കാല് മാറി നോർമൽ കാലാക്കി. കർത്താവ് ഈ സഹോദരൻ അനുഗ്രഹിക്കുന്ന കൊടുത്ത നിഷ്കളങ്കമായ വിശ്വാസത്തിനായി നന്ദി. അന്ത്യം വരെ യേശുവിനായി നിൽക്കട്ടെ. ഇൻ ജീസസ് നെയിം ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവം ആയതുകൊണ്ട്, യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ താൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അത് എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ചരിത്രത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ എത്ര വലുതാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യം, നോട്ട് നാച്ചുറൽ ഹീലിംഗ്, ബട്ട് ഫാദർ യുവർ ഡിവൈൻ supernatural healing may be released right now, Father. വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ നാച്ചുറലായ ഒരു കളറുണ്ടായിരുന്നു, ആ കളർ മുഴുവൻ മാറി മറ്റൊരു നിറമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൻ വല്ലാതെ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ കർത്താവ് തിരിച്ച് അതേ കളറിലേക്ക് വരാൻ ഒരു വലിയ ദൈവിക സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ ആ വിടുതൽ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷയരോഗം, TB രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. അതുപോലെ നട്ടലിനെ ബാധിച്ചിരിക്കുന്ന സാരമായ തകരാർ, സാധാരണ ഒരു ഡിസ്കിൻ്റെ പ്രശ്നമോ അതൊന്നുമല്ല, ത്രൂ ഔട്ട് ആ സ്പൈനിനെ ബാധിച്ചിരിക്കുന്ന സാരമായ ചില തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇടത്തെ കാലിൻ്റെ കാൽമുട്ടിനകത്ത്, ഇടത്തെ ലെഗിൻ്റെ ആ നീയിൽ അകത്ത് ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തി, ഈ ഒരു പ്രശ്നം മൂലം നിങ്ങളൊരു ഭാഗത്തേക്ക് മുടന്തിയാണ് നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ മുട്ടുകാലിൻ്റെ അകത്തൊരു ഭയങ്കര ഒരു ചൂട്, എന്ന് വെച്ചാൽ അയൺ ബോക്സൊക്കെ വെച്ചാൽ അതുപോലെ ഒരു ചൂട് അനുഭവിക്കുന്നുണ്ട്. സംതിങ് ഗ്രേറ്റ് ഈസ് ഹാപ്പനിങ്. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ കിഡ്നികളുടെ തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങളിൽ അങ്ങ് ദൈവിക രോഗസൗഖ്യം നൽകുന്നതിനാൽ നന്ദി പറയുന്നു. അതുകൂടാതെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായ ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം മദ്യപാനത്തിന് അടിമകളായ ഒത്തിരി പേരെ കർത്താവ് വിടുവിക്കുന്നുണ്ട്. ഉള്ളുരുകി ചില സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഭർത്താക്കന്മാർ, ചിലപ്പോൾ ബ്രദേഴ്സ് ആയിരിക്കാം, ഫാദേഴ്സ് ആയിരിക്കാം, യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഇങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയും. ഈ സമയത്ത് തന്നെ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കുരുക്കൾ പോലെ, ഒത്തിരി സ്ഥലങ്ങളിൽ കുരുക്കൾ പോലെ വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നൊരു വ്യക്തി സൗഖ്യമാകുന്നുണ്ട്. കർത്താവെ, നീ അങ്ങനെ പ്രവർത്തിച്ച കൃപകൾക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പല പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഒരു പക്ഷേ ഇതിൻ്റെ കോപ്പിയിൽ കിട്ടിക്കാണും. കിട്ടിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയും പുതുതായി ഈ ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയവർക്ക് വേണ്ടിയും സെർമൺ നോട്ട് കീപ്പർ എന്ന ഒരു
യുണീക്ക് ആയിട്ടുള്ള ഒരു ബുക്ക്. ഇതിനകത്ത് നിങ്ങൾ ഓരോ ദിവസവും ബ്ലെസ്സിംഗ് ടുഡേയിൽ കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റ് പല സോഴ്സസിലൂടെ കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ ഇതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക്കായി എഴുതി വെക്കാനും അതിൻ്റെ ഇൻഡെക്സ് തിരിച്ച് സബ്ജക്റ്റ് തിരിച്ച് ആരാണ് സ്പീക്കർ, ഏത് ഡേറ്റിലാണ് ഇത് സംസാരിച്ചത്, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി ദൈവവചനം പഠിക്കാൻ ഉള്ള ഒരു ബുക്കാണ് സെർമൺ നോട്ട് കീപ്പർ. ഇതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ച് ആവശ്യപ്പെടാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് തീർച്ചയായും നിങ്ങൾ പറയണം. അവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നമുക്ക് തുടർന്നുള്ള സന്ദേശങ്ങൾ കേൾക്കാം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ ഈ ആഴ്ചയിലുണ്ട്. ഒരു ദിവസം പോലും ബ്ലെസ്സിംഗ് ടുഡേ മിസ് ചെയ്യരുത്. അഥവാ മിസ് ചെയ്താലും ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ഇതേ എപ്പിസോഡുകൾ ദിവസവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. See you tomorrow. Bye-bye. ബൈബിൾ ആനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ആരാണ് സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ? Who shall be like a deer let loose? Options: A. യാക്കോബ്, B. നഫ്താലീം, C. ആശേർ, D. യോസേഫ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.